മീര റീച്ച്ഡ് ദ സ്റ്റേഷൻ. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തി എന്നർത്ഥം, എത്തി. അപ്പം എന്തായി? മീര റീച്ച്ഡ് ദ സ്റ്റേഷൻ. മീര സ്റ്റേഷനിൽ എത്തി. എപ്പോ? ഇൻ ദ ഈവനിങ്, വൈകുന്നേരം. ഇവിടെ കണ്ടോ, ഇവിടെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഈവനിങ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളത് ഫുള്ളായിട്ട് തന്നെ പറയണം. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം. രാവിലെ മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇൻ ദ മോർണിംഗ്. ഉച്ചക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ. വൈകുന്നേരം ഇൻ ദ ഈവനിങ്. രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് നൈറ്റ് എന്നാണ് പറയാം സാധാരണ, അറ്റ് നൈറ്റ്. അപ്പോൾ ഇൻ ദ നൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. എപ്പോൾ എന്ന് പറയുമോ? ഒരു പ്രത്യേക രാത്രി എടുത്ത് പറയുമ്പോൾ നമ്മൾ ഇൻ ദ നൈറ്റ് എന്ന് പറയാം. 2 ദിവസം മുന്നേ രാത്രിയിൽ ഇത് സംഭവിച്ചു. 2 days ago in the night it happened. അപ്പോൾ ഒരു പ്രത്യേക രാത്രി എടുത്ത് പറയുമ്പോൾ ഇൻ ദ നൈറ്റ്. സാധാരണ നമ്മൾ രാത്രിയെ കുറിച്ച് പറയുമ്പോൾ അതാണ് അറ്റ് നൈറ്റ്. ഓക്കെ ആണല്ലോ. അടുത്താണ് ഇവിടെ കണ്ടോ, ആഫ്റ്റർ, ശേഷം, ഹെർ, അവളുടെ, എക്സാം, പരീക്ഷ. അപ്പം എന്താ? ആഫ്റ്റർ ഹെർ എക്സാം, അവളുടെ എക്സാമിന് ശേഷം വൈകുന്നേരം മീര സ്റ്റേഷനിൽ എത്തിയെന്നായി. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. ഇനി അടുത്താണ് സിൻസ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയതിനാൽ അല്ലെങ്കിൽ കാരണത്താൽ എന്നർത്ഥം. കാരണത്താൽ എന്ന് വെച്ചാൽ സിൻസ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ സിൻസിന് കാരണത്താൽ അല്ലെങ്കിൽ ആയതിനാൽ എന്നർത്ഥം. ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. സിൻസിനാൽ, ആയതിനാൽ, അതവിടെ കിടക്കട്ടെ, അതിൻ്റെ അർത്ഥം അവിടെ കിടക്കട്ടെ. അതിന് ശേഷം വരുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് ആദ്യം അർത്ഥം വെക്കാം. ഇവിടെ കണ്ടോളൂ. ഹെർ, അവളുടെ, യൂഷ്വൽ, സാധാ അല്ലെങ്കിൽ സാധാരണ, ബസ്, സാധാരണ ബസ്, ഹാഡ് ഓൾറെഡി, ആദ്യമേ, ലെഫ്റ്റ് എന്നാണ് വിട്ടുപോവുക. അപ്പോൾ എന്തായി? അവിടെ കണ്ടോ, സിൻസ് ഹെർ യൂഷ്വൽ ബസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അവളുടെ സാധാരണ ബസ് ആദ്യമേ പോയതിനാൽ, ഉണ്ടോ, ആദ്യമേ പോയതിനാൽ അല്ലെങ്കിൽ ആദ്യമേ പോയ ആ കാരണത്താൽ അല്ലെങ്കിൽ ആയതിനാൽ, ഷീ, അവൾ, സാറ്റ്, ഇരുന്നു, അവൾ ഇരുന്നു. ബസ് പോയില്ലേ, മിസ്സായില്ലേ, അവൾ ഇരുന്നു. അലോൺ, തനിച്ച്. അപ്പോൾ അവൾ തനിച്ച്, അവൾ ഒറ്റയ്ക്ക് ഇരുന്നു എന്നായി. ആൻഡ്, അതുപോലെ, നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചു. അവൾ തനിച്ചിരുന്നു, അതുപോലെ ശ്രദ്ധിച്ചു. എന്ത് ശ്രദ്ധിച്ചെന്നറിയോ? ഒരു എൽഡർലി മാൻ, ഒരു പ്രായമായ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പ്രായമായ വ്യക്തിയെ ശ്രദ്ധിച്ചു. സിറ്റിംഗ്, ഇരിക്കുന്ന. ആര്? ആ പ്രായമായ വ്യക്തി കേട്ടോ, ഇരിക്കുന്ന. ഇങ്ങനെ സിറ്റിംഗ് ക്വയറ്റ്ലി, മിണ്ടാതെ, ക്വയറ്റ്ലി. ബിസൈഡ്, അടുത്ത്. ഹെർ എന്നാൽ അവൾ. അപ്പം എന്താ? അവളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്ന ആ പ്രായമായ മനുഷ്യനെ അവൾ ശ്രദ്ധിച്ചു എന്നായി. ഒന്ന് പറയണോ? എന്താണ്? അവളുടെ അടുത്ത് മിണ്ടാതെ ഇരിക്കുന്ന ആ പ്രായമായ വ്യക്തിയെ അവൾ ശ്രദ്ധിച്ചു എന്നായി. ഇനി അടുത്താണ് ലുക്കിംഗ്. അവിടെ കണ്ടോ, ലുക്കിംഗ്. ലുക്ക് എന്ന് പറയുന്ന വേർഡിന് 2 അർത്ഥമുണ്ട്. ഒന്നാണ് നോക്കുക, ലുക്ക്, അല്ലേ? രണ്ടാമത്താണ് കാണപ്പെടുക. അത് എഴുതി വെക്കണേ, കാണപ്പെടുക. ലുക്കിംഗ് സാഡ്, ലുക്കിംഗ് സാഡ്, ദുഃഖിതനായി കാണപ്പെട്ടു. ലുക്കിംഗ് ടയേർഡ്, ക്ഷീണിതനായി കാണപ്പെട്ടു. ഇവിടെ കണ്ടോ. അപ്പോൾ ആ അദ്ദേഹത്തെ കുറിച്ച് പറയാണ്. അദ്ദേഹം ആ സമയത്ത് എന്തായിരുന്നു? ലുക്കിംഗ് സാഡ് ആൻഡ് ടയേർഡ്. ഇവിടെ കണ്ടോ, ക്ഷീണിതനായും ദുഃഖിതനായും കാണപ്പെട്ടു എന്നാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് അർത്ഥം വന്നില്ലേ? എന്താണ്? ക്ഷീണിതനായും ദുഃഖിതനായും കാണപ്പെട്ടു. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, മീര ജെന്റ്ലി ആസ്ക്ഡ്. ജെന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ എന്നാണ്. അപ്പോൾ മീര ജെന്റ്ലി ആസ്ക്ഡ്, മീര സ്നേഹത്തോടെ ചോദിച്ചു അദ്ദേഹത്തോട്. എന്താ പറയുക? വെയർ ആർ യു ഗോയിങ്. ഇവിടെ കണ്ടോ, വെയർ എന്ന് പറഞ്ഞാൽ എവിടെ, ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു, യു ഗോയിങ്, നിങ്ങൾ, അല്ലേ? ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുക. അപ്പോൾ എന്തായി? വെയർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുന്നു, അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ? വെയർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുന്നു. നമ്മൾ ഈ സെൻറ്റൻസ് സ്പോക്കണിൽ പറയുമ്പോൾ ഈ ആറുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കട്ടോ, ഒന്ന് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. വെയർ യു ഗോയിങ്. സ്പീഡ് പറയുമ്പോൾ ഓക്കെയാണ്. വെർ ഗോയിങ്, വെർ ഗോയിങ്, വെർ യു ഗോ, വെർ ഗോയിങ്. അല്ലാതെ വേറെ ആറെന്ന് പറയേണ്ട ആവശ്യമില്ല. വേറെ ആർ യു ഗോയിങ്, വെർ ഗോയിങ് എന്ന് പറഞ്ഞാൽ മതി സംസാരിക്കുമ്പോൾ. ആൻഡ് ഹീ റിപ്ലൈഡ്. അപ്പോൾ മീര ചോദിച്ചു അല്ലേ, വെർ ഗോയിങ്, നിങ്ങൾ എവിടെ പോകുന്നു. അപ്പോൾ അദ്ദേഹം, ഹീ റിപ്ലൈഡ്, അദ്ദേഹം മറുപടി കൊടുത്തു എന്നറിയോ. ഇവിടെ കണ്ടുള്ളൂ. ടു മീറ്റ് മൈ സൺ,
മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക, അല്ലേ? കാണുക അല്ല കണ്ടുമുട്ടുക. അപ്പോൾ ടു മീറ്റ് എന്ന് പറഞ്ഞാലോ കാണാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ടു മീറ്റ് കാണാൻ, മൈ സൺ എൻ്റെ മകനെ കാണാൻ. അപ്പോൾ അദ്ദേഹം ദുഃഖത്തോടെ പറയാണ് ടു മീറ്റ് മൈ സൺ, എൻ്റെ മകനെ കാണാൻ വേണ്ടി. ആഫ്റ്റർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ദുഃഖത്തോടെ പറയാണ് ടു മീറ്റ് മൈ സൺ, എൻ്റെ മകനെ കാണാൻ വേണ്ടി. ആഫ്റ്റർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഇനി അടുത്താണ് ദെൻ, പിന്നെ ഡ്യൂറിങ് ദ ജേർണി. ഡ്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ, ജേർണി എന്ന് പറഞ്ഞാലോ യാത്ര. അപ്പം എന്തായി? ദെൻ ഡ്യൂറിങ് ദ ജേർണി എന്ന് പറഞ്ഞാൽ പിന്നെ യാത്രക്കിടയിൽ. പിന്നെ യാത്രക്കിടയിൽ എന്ത് സംഭവിച്ചു അറിയോ? ഹി ഷെയർഡ്, അദ്ദേഹം പങ്കുവെച്ചു. എന്ത്? ഹി സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ കഥ പങ്കുവെച്ചു. ഇവിടെ കണ്ടോ? അദ്ദേഹം പറയാണ് ഹി ഹാഡ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടിരുന്നു എന്നർത്ഥം. അപ്പോൾ ഹി ഹാഡ് ലോസ്റ്റ്, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. എന്തെന്നറിയോ? കോണ്ടാക്ട്, ബന്ധം. അദ്ദേഹത്തിന് ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. വിത്ത് ഹിസ് സൺ, അദ്ദേഹത്തിൻ്റെ മകനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നതായി. ഇവിടെ ഉണ്ടോ? ഡ്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണത്താൽ എന്നാണ്. കാരണത്താൽ. എന്ത് കാരണത്താൽ? എ സ്മോൾ, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. അപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ കാരണത്താൽ എന്തായിരുന്നോ? അദ്ദേഹത്തിൻ്റെ മകനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പറയാണ് ആൻഡ്, അതുപോലെ ഓൾദോ എങ്കിലും, അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നർത്ഥം, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നോളൂ. ഓൾദോ എങ്കിലും, ഇയേഴ്സ് വർഷങ്ങൾ, പാസ്റ്റ് കടന്നുപോയി. അപ്പം എന്തായി? പാസ്റ്റോടെ കടന്നുപോയി എന്നാണ്. അപ്പോൾ ഓൾദോ ഇയേഴ്സ് പാസ് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കടന്നുപോയെങ്കിലും, അല്ലേ? വർഷങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കടന്നുപോയി എന്നിരുന്നാലും എന്നൊക്കെ അർത്ഥമാണ്. വർഷങ്ങൾ കടന്നുപോയെങ്കിലും ദ പെയിൻ, വേദന നെവർ ലെഫ്റ്റ് വിട്ടുപോയില്ല എന്നാട്ടോ. വിട്ടുപോയില്ല, നെവർ. അപ്പോൾ വേദന ഒരിക്കലും വിട്ടുപോയില്ല. ഹിസ് ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ വേദന ഒരിക്കലും വിട്ടുപോയില്ല. വർഷങ്ങൾ കടന്നുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ വേദന വിട്ടുപോയില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയാണ് സോ, അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം ആയിരുന്നു. എന്തായിരുന്നു അറിയോ? നൗ, ഇപ്പോൾ ആയിരുന്നു. ട്രാവലിംഗ്, ഇപ്പോൾ യാത്ര ചെയ്യുകയായിരുന്നായി. എന്തിന്? ഇവിടെ കണ്ടോ? ടു സീ, കാണാൻ വേണ്ടി. ആരെന്നറിയോ? അവനെ. ഹിം, ടു സീ ഹിം, അവനെ കാണാൻ വേണ്ടി. വൺ ലാസ്റ്റ് ടൈം എന്നാണ്. വൺ ലാസ്റ്റ് ടൈം, ഒരിക്കൽ കൂടി എന്നർത്ഥം. ഒരിക്കൽ കൂടി. അപ്പോൾ ഒരിക്കൽ കൂടി അവനെ കാണാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുകയായിരുന്നായി. ഇവിടെ കണ്ടോ? വാസ് പറഞ്ഞാൽ ആയിരുന്നു, അല്ലേ? നൗ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ. വാസ് നൗ, ഇപ്പോൾ ആയിരുന്നു. അതെ, ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. പ്രത്യേകിച്ച് ന്യൂസിൽ പുറത്ത് പോയിട്ട് റിപ്പോർട്ട് കൊടുക്കൂലേ, ന്യൂസ് കൊടുക്കൂല. പെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയില്ലേ ഇടയ്ക്ക്, അതെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാറിൽ കയറി പോകുന്ന ദൃശ്യമായിരുന്നു ജനങ്ങൾ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം കാറിൽ കയറി പോകുന്ന ദൃശ്യമായിരുന്നു, ഇപ്പോൾ ആയിരുന്നു. ചില സാഹചര്യങ്ങൾ പറയാറുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും കൺഫ്യൂഷൻ വേണ്ട. ഇനി അടുത്താണ്, ഇവിടെ കണ്ടോ? വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ബോൾ എന്നർത്ഥം. ബോൾ എന്താണ്? ബോൾ അല്ലെങ്കിൽ അപ്പോൾ. ഉദാഹരണം ഞാൻ പറയാം. വെൻ ഐ ഗോ ദെയർ. വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മളൊരു പ്രസൻറ്റ് സാധാ സെൻറ്റൻസ് പറയണം. വെൻ ഐ ഗോ ദെയർ, ഞാൻ അവിടെ പോകുമ്പോൾ. ഇനി വെൻ്റ് ആണെങ്കിലോ പാസ്റ്റ് ആണെങ്കിലോ ഇതേ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് പറയാം. വെൻ ഐ വെൻ ദെയർ, ഞാൻ അവിടെ പോയപ്പോൾ. അവിടെ പോൾ എന്നായി, അല്ലേ? പോൾ, ഞാൻ അവിടെ പോയപ്പോൾ എന്നപ്പോൾ. അപ്പോൾ അതുപോലെ ഇവിടെ കണ്ടോ? വെൻ ദ ട്രെയിൻ റീച്ച്ഡ് ദ സ്റ്റേഷൻ. എന്തായി? ട്രെയിന് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നായി. പാസ്റ്റ് അല്ലേ? അപ്പം എന്തായി? ട്രെയിൻ
സ്റ്റേഷനിൽ എത്തിയപ്പോൾ സഡൻലി പെട്ടെന്ന് എ യങ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ റാൻ ഓടി ഓടിന്നായി ടുവേർഡ്സ് പറഞ്ഞാൽ നേരെ എന്നാണ് നേരെ അല്ലെങ്കിൽ ലേക്ക് അല്ലെങ്കിൽ നേരെ ഹിം ഇവിടെ അദ്ദേഹം ഉണ്ടോ ആ ഒരു അല്ലേ അദ്ദേഹം വയസ്സായ അപ്പൊ അദ്ദേഹത്തിന് നേരെ ഒരു ചെറുപ്പക്കാരൻ ഓടിന്നായി ഷൗട്ടിങ് എന്താണ് ഷൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചുകൊണ്ട് ഫാദർ എന്ന് പറയുന്ന വേർഡ് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ഓടിന്നായി ഒരു ചെറുപ്പക്കാരൻ ഇൻ ദാറ്റ് മൊമെന്റ് ഇവിടെ കണ്ടോ ദാറ്റ് ആ മൊമെന്റ് നിമിഷം അപ്പൊ ഇന്ന് വന്നല്ലോ ഇൻ ദാറ്റ് മൊമെന്റ് ആ നിമിഷത്തിൽ എന്താണെന്നറിയോ ഇവിടെ ഇയേഴ്സ് ഓഫ് സാഡ്നെസ് ഇതൊരു പ്രത്യേക പ്രയോഗം കേട്ടോ ഇയേഴ്സ് ഓഫ് സാഡ്നെസ് വർഷങ്ങളുടെ ദുഃഖം എന്ന് പറയല്ലേ വർഷങ്ങളുടെ ദുഃഖം ഇയേഴ്സ് ഓഫ് സാഡ്നെസ് വർഷങ്ങളുടെ ദുഃഖം ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി നായി ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുക ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി നായി അപ്പം എന്തായി ഇയേഴ്സ് ഓഫ് സാഡ്നെസ് ഡിസപ്പിയേർഡ് എന്താണ് വർഷങ്ങളുടെ ദുഃഖം അപ്രത്യക്ഷമായി ആൻഡ് അതുപോലെ ദേ അവർ ഇവിടെ ഉണ്ടോ എംബ്രേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കെട്ടിപ്പിടിക്കുക എന്നാണ് കെട്ടിപ്പിടിച്ചു എന്നായി അല്ലേ പാസ്റ്റ് അല്ലേ എംബ്രേസ്ഡ് കെട്ടിപ്പിടിച്ചു വിത്ത് ടിയേഴ്സ് എന്നാൽ കണ്ണുനീര് അല്ലേ അപ്പം എന്തായി വിത്ത് ടിയേഴ്സ് കണ്ണുനീരോടെ എന്നായി അപ്പം കണ്ണുനീരോടെ കെട്ടിപ്പിടിച്ചു ഇൻ ദയർ ഐസ് അവരുടെ കണ്ണുകളിലെ ഈ നിറം ദയർ അവരുടെ ഐസ് കണ്ണുകൾ അപ്പം അവരുടെ കണ്ണുകളിൽ കണ്ണുനീരോടെ അവർ കെട്ടിപ്പിടിച്ചു നായി അല്ലേ ഇനി അടുത്താണ് മീര സൈലൻ്റ്ലി മീര മിണ്ടാതെ വാച്ച്ഡ് കണ്ടു മീര മിണ്ടാതെ എന്തായി കണ്ടു എന്നുണ്ടെന്ന് പറയൂ ആൻഡ് അതുപോലെ അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കി കാണുക മാത്രമല്ല അവൾ കണ്ടും ചെയ്തു മനസ്സിലാക്കുകയും ചെയ്തു മീര സൈലൻ്റ്ലി വാച്ച്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താണ് മനസ്സിലാക്കിയെന്നറിയോ ദാറ്റ് സം ചില ജേർണീസ് ചില യാത്രകൾ ആർ ആകുന്നു അല്ലേ അപ്പം നോട്ട് എന്നല്ലോ ആകുന്നില്ല എന്നായി അപ്പം ചില യാത്ര ആകുന്നില്ല എന്താകുന്നില്ല എന്നല്ലോ അബൌട്ട് കുറിച്ച് ഡിസ്റ്റൻസ് ദൂരം ചില യാത്രകൾ ദൂരത്തെക്കുറിച്ചല്ല എന്നർത്ഥം എന്താണ് സം ജേർണീസ് ആർ നോട്ട് അബൌട്ട് ഡിസ്റ്റൻസ് ചില യാത്രകൾ ദൂരത്തെക്കുറിച്ചല്ല മറിച്ച് പക്ഷെ എന്നല്ല അതെ പക്ഷേ മറിച്ച് ഒക്കെ ഒന്ന് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറ്റി പറയും അല്ലേ മറിച്ച് അബൌട്ട് ബ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്താണ് അപ്പൊ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് എന്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അറിയോ ഹാർട്ട്സ് ഹൃദയങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ടുഗെദർ അഗെയിൻ വീണ്ടും ഒന്നിച്ച് അല്ലേ ടുഗെദർ ഒന്നിച്ച് അപ്പൊ വീണ്ടും ഒന്നിച്ച് ഹൃദയങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ചില യാത്രകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ ഉണ്ടോ സം ജേർണീസ് ആർ നോട്ട് അബൌട്ട് ഡിസ്റ്റൻസ് ബട്ട് അബൌട്ട് ബ്രിങ്ങിങ് ഹാർട്ട്സ് ടുഗെദർ അഗെയിൻ ചില യാത്രകൾ ദൂരത്തെക്കുറിച്ചല്ല മറിച്ച് ഹൃദയങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് എന്ന് ആര് മനസ്സിലാക്കി എന്ത് പറയണം എന്ന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഏത് ചില യാത്രകൾ ദൂരത്തെക്കുറിച്ചല്ല മറിച്ച് ഹൃദയങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് എന്ന് ദാറ്റ് എന്ന് ആര് മനസ്സിലാക്കിയെന്നോ അവർ മീര മിണ്ടാതെ കണ്ട് മനസ്സിലാക്കി ഈ സംഭവം മിണ്ടാതെ കണ്ട് മനസ്സിലാക്കിയത് മീര അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം ഈ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് അർത്ഥം ഇങ്ങനെ വെച്ച് നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുക കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വീണ്ടും കാണും ഞാൻ പറഞ്ഞ ഈ വീഡിയോ വീണ്ടും കാണാം പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് വീണ്ടും അർത്ഥം വെച്ച് നോക്കുക അങ്ങനെ ഒരുപാടൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ ആ ഒരു റീഡിങ് പ്രോബ്ലം സോൾവ് ആവും ഓക്കെ